എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിച്ചത്. എങ്ങനത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് പഠിച്ചു? യെസ് ഓർ നോ ക്വസ്റ്റ്യനെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഈ ക്ലാസ്സിൽ ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എങ്ങനെ, ആ ചോദ്യവാചകങ്ങൾ എങ്ങനെ എഴുതാമെന്ന് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദ്യവാക്ക് ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കുക. ചോദ്യവാക്ക് WH എന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ പറയും. എല്ലായാലും WH ഒന്നും വരില്ലേ. ഇപ്പോൾ ഹൗവിൽ WH ഒന്നുമില്ല. വേർ, വെൻ, വിച്ച്, വേർ, വെൻ, വിച്ച്, ഹും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാണാം. അതിലെന്തുണ്ട്? ഒക്കെ WH ഉണ്ട്. അതുകൊണ്ട് WH ക്വസ്റ്റ്യൻ വാക്കുകൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എന്നും പറയും. WH ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിക്കണം. വേർ, വെൻ, വിച്ച്, ഹും ഇതൊക്കെ മിക്കവർക്ക് അറിയാം. അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഹൗ ഒന്ന് നോക്കാം നമുക്ക്. ഹൗ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് അർത്ഥം, ഏത് രീതിയിൽ. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഫാർ എത്ര ദൂരെ, ഹൗ ലോങ് എത്ര നീളമുള്ള, ഹൗ മച്ച് എത്ര അധികം, ഹൗ മെനി എത്ര എണ്ണം, ഹൗ ബിഗ് എന്ന് വെച്ചാൽ ഇപ്പം എന്തായിരിക്കും ആ ഈ വിശേഷണം നോക്ക്. ഹൗ ഫാർ, ലോങ്, മച്ച്, മെനി ഒക്കെ അഡ്ജക്റ്റീവുകളാണ്. ആ അഡ്ജക്റ്റീവുകൾ മുമ്പിൽ ഹൗ വയ്ക്കുമ്പോൾ ആ അഡ്ജക്റ്റീവിൻ്റെ കൂടെ എന്ത് ചേരും? എത്ര എന്ന ഒരു അർത്ഥം ചേരും. അപ്പോൾ ഫാർ ദൂരെയുള്ള, ഹൗ ഫാർ എത്ര ദൂരെയുള്ള അർത്ഥം, ലോങ് നീളമുള്ള, ഹൗ ലോങ് എത്ര നീളമുള്ള എന്നാവും. മച്ച് അധികം, ഹൗ മച്ച് എത്ര അധികം, മെനി എണ്ണം എത്ര. അപ്പോൾ ഹൗ മെനി എത്ര എണ്ണം, ബിഗ് വലിയ. അപ്പോൾ ഹൗ ബിഗ് എന്തായിരിക്കും? എത്ര വലിയ. ടോൾ എന്തായിരിക്കും? ഉയരമുള്ള. ഹൗ ടോൾ എത്ര. നൈസ് ഭംഗിയുള്ള, ഹൗ നൈസ് എത്ര ഭംഗിയുള്ള. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹൗ വെച്ച് ഇഷ്ടം പോലെ നമുക്ക് ചോദ്യവാക്കുകൾ ഉണ്ടാക്കാം. എത്ര ഭംഗിയുള്ള അങ്ങനെ പറയാം, ഹൗ ബ്യൂട്ടിഫുൾ. എത്ര വയസ്സുള്ള അങ്ങനെ പറയാം, ഹൗ ഓൾഡ്. ഇപ്പോൾ ഓഫൺ പ്രാവശ്യം, എത്ര പ്രാവശ്യം ഇങ്ങനെ പറയാം, ഹൗ ഓഫൺ. എത്ര ലളിതമായ, എത്ര ലളിതമായ എന്നിങ്ങനെ പറയാം, ഹൗ സിമ്പിൾ. ഓക്കെ, അത് ക്ലിയർ ആയില്ലോ. നിങ്ങൾക്കൊക്കെ എഴുതിയിട്ട് പഠിക്കാം. ചിലപ്പോൾ ചോദ്യവാക്കിനോട് ചിലപ്പോൾ പ്രിപ്പോസിഷൻ വയ്ക്കും. വിത്ത് ഹുമ്മിൻ്റെ കൂടെ ചേർത്ത്. ഹും എന്ന് വെച്ചാൽ ആരെന്നാണ്. വിത്ത് ഹും ആരുടെ കൂടെ എന്നായി. അപ്പോൾ ടു വേർ, വേർ എവിടെ, ടു വേർ എവിടേക്ക്, ഫ്രം വേർ എവിടെ നിന്ന്, എവിടെ എന്നുള്ളതിന് വേർ, ഫ്രം ചേരുമ്പോൾ എവിടെ നിന്ന്, വാട്ട് എന്ത്, വോൺ വാട്ട് എന്തിന്മേൽ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പ്രിപ്പോസിഷൻ ചേർത്തും ചോദ്യവാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം നിങ്ങൾ ഇത് പോസ് ചെയ്ത് ഒക്കെ എഴുതിയെടുത്ത് നന്നായി പഠിക്കാൻ നന്നായിരിക്കും. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ചോദ്യവാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, എപ്പോഴാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടി വരിക? നിങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച്. എപ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾ ആവശ്യമായിട്ട് വരിക? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കാര്യത്തിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അല്ലേ, അപ്പോഴാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ അപ്പോൾ രവി എന്നൊരു കുട്ടി വീട്ടിലുണ്ട്. അവൻ്റെ അച്ഛൻ പുറത്തു പോയി വരുന്നു. അവനെ രവിയെ കാണാനില്ല. അപ്പോൾ അച്ഛൻ എങ്ങനെ ചോദിക്കും? എവിടെ പോയിന്ന് അറിയാനായിട്ട് അച്ഛനൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. എന്തായാലും അപകടം പെടാൻ പാടില്ല. അച്ഛന്മാരൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എവിടെ പോകുന്ന അറിയില്ല. അപ്പോൾ എവിടെ പോയിന്ന് അറിയില്ല. അപ്പോൾ എവിടെ, അപ്പം നമ്മളെന്ത് ചോദിക്കണം? ഏത് സ്ഥലത്തേക്ക് പോയിന്ന് അറിയില്ല. അപ്പോൾ എവിടെ എന്ന ചോദ്യം ചോദിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ടീച്ചർ കുട്ടികളോട് എന്തോ പറഞ്ഞു, അത് തിരിഞ്ഞില്ലേ. അപ്പം നമ്മൾ എന്ത് ചോദിക്കും? എന്താ പറഞ്ഞ് എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു അറിയാത്ത കാര്യം അറിയാവുന്ന ചോദ്യം ചോദിക്കുന്നത് അതിനൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
അത് ഏതെങ്കിലും ഒരു വാചകത്തിലെ ഒരു ഭാഗമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനതൊക്കെ വിശദീകരിച്ച് ഒരുപാട് വിശദീകരിച്ചതുകൊണ്ട് പലർക്കും അറിയായിരിക്കും. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്താ സാധാരണ വാചകങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗം അറിയില്ലെങ്കിലാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, നിങ്ങൾ ഈ ബോർഡിലെ എഴുതിയ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. അവർ ഏതൊക്കെയാണത്? 1, കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നു. 2, ടീച്ചർ കുട്ടികളോട് കഥ പറഞ്ഞു. 3, തീവണ്ടി 6 മണിക്ക് സ്റ്റേഷനിലെത്തും. അവൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. ഇതൊക്കെ കുറച്ച് പ്രസ്താവന വാക്യങ്ങളാണ്, സാധാരണ പറയുന്ന വാചകങ്ങൾ. ഇതൊക്കെയാണ് ഒരുപാട് നമ്മൾ പഠിച്ചത്. ഇനി ഇതൊക്കെ ചോദ്യമായിട്ട്, ഈ വാചകങ്ങൾ ഉത്തരമായിട്ട് പലപ്പോഴും വരും. എപ്പോഴാണത്? ചിലപ്പോൾ ഇത് ഉത്തരമായിട്ട് വരും, ഇത് ഉത്തരമായിട്ട് വരും, ഇത് ഉത്തരമായിട്ട് വരും, ഇത് ഉത്തരമായിട്ട് വരും. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉത്തരമായിട്ട് വരണമെങ്കിൽ നേരത്തെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയല്ലേ ഓ അങ്ങനെ ചോദിച്ചാൽ പറ്റില്ലേ? അങ്ങനെ ഓ എന്ന് ആഡ് ചോദിച്ചാൽ പറ്റില്ലേ? ഇതിൽ എപ്പോഴാണ് ഈ വാചകം എടുക്കാത്ത കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നു, ഇത് എപ്പോഴാണ് ഒരു ചോദ്യം വയറ്റി വരിക? ഇപ്പൊ നോക്കുക, കുട്ടികൾ എവിടെയാണ് കളിക്കുന്നത് എന്ന് ഒരു മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല, അപ്പൊ അവർ അന്വേഷിക്കും അല്ലേ? അപ്പൊ അവര് ഇത് കാര്യം മനസ്സിലായില്ല, ഇത് ബ്ലാങ്ക് ആണെന്ന് വിചാരിക്കുക. അവർക്ക് അറിയില്ല എവിടെ കളിക്കും. അപ്പൊ നമ്മൾ ഈ ബ്ലാങ്ക് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കും, കുട്ടികൾ എവിടെ കളിക്കുന്നു. അപ്പൊ ഈ പ്ലേസ് മാറിയിട്ടാണ് എവിടെ വരുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരമായി വരുന്ന വാചകം തന്നെയാണ് ചോദ്യമാകുന്നത്. അതിൽ ഏതെങ്കിലും ഭാഗം നമുക്ക് അറിയില്ല എങ്കിൽ അവിടെ ചോദ്യവാക്ക് വെച്ചാണ് മലയാളത്തിൽ വാചകമാക്കുന്നത് അല്ലേ? കുട്ടികൾ ഇവിടെ അറിയില്ലെങ്കിൽ അവിടെ ചോദ്യം വന്നു, അറിയില്ലെങ്കിൽ അപ്പോൾ ചോദ്യം വന്നു. അപ്പൊ എപ്പോഴാണ് ചോദ്യം വരുന്നത് പിടികിട്ടിയില്ലോ? കുട്ടികൾ അപ്പൊ ഉത്തരമായിട്ട് മൈതാനത്ത് ഉത്തരം വരും അല്ലേ? ആ മൈതാനത്ത് എന്നുള്ളത് എന്തായിരുന്നു? ഈ വാചകത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ആ ഭാഗം അറിയാതിരിക്കുമ്പോഴാണ് അവിടെ ചോദ്യം വരുന്നത്. അപ്പൊ ആ ഭാഗം ഉണ്ടായിരിക്കില്ല. ആ ചോദ്യം മാറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ ചോദ്യം ചോദിക്കാൻ. അപ്പോൾ സാധാരണ വാചകത്തെ, അതൊരു പ്രസ്താവന വാക്യത്തെ എങ്ങനെ നമുക്ക് ഇതാക്കി മാറ്റാം, ചോദ്യ വാക്യമാക്കി മാറ്റാം? ആ ഭാഗം മാറ്റിയിട്ട് ബാക്കി അവിടെ ഒരു ചോദ്യവാക്ക് വെച്ച മലയാളത്തിലായി. ടീച്ചർ കുട്ടികളോട് കഥ പറഞ്ഞു. ഇവിടെ നോക്കുക, ഇവിടെ കഥ എന്ന ഭാഗം നമുക്കറിയില്ല, എന്താ പറഞ്ഞത് നമ്മൾ കേട്ടില്ല. ആ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, ടീച്ചർ എന്തോ പറയുന്നുണ്ട്, കുട്ടികൾ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ കൂട്ടുകാർ അവിടെ ഉണ്ട്, നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്തോ പറയാന്ന് മനസ്സിലായി. അപ്പൊ ചോദിക്കുക, ടീച്ചർ എന്താ നിങ്ങളോട് അല്ലേ? ടീച്ചർ കുട്ടികളോട് എന്ത് പറഞ്ഞു ചോദിക്കും. ഇതറിയില്ലെങ്കിൽ നമ്മൾ പറയും അവിടെ എന്ത് വയ്ക്കും? എന്ത് എന്ന് പറയും അല്ലേ? തീവണ്ടി 6 മണിക്ക് സ്റ്റേഷനിലെത്തും. അപ്പൊ നമുക്ക് ഈ പോണം, നമുക്ക് പെട്ടെന്ന് എപ്പോഴാണ് വണ്ടി വരാന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോ പുറപ്പെടണം അറിയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അറിയില്ല എത്ര മണിക്ക് വരാന്ന് മനസ്സിലായി. നമുക്ക് ഇവിടെ വയ്ക്കുക എപ്പോൾ സ്റ്റേഷനിലെത്തും എന്ന് പറയും അല്ലേ? അവന്റെ ആരോഗ്യം വളരെ മോശമാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ആ ഭാഗം മാറ്റി എങ്ങനെ ആരോഗ്യം മോശമാണെന്നുള്ളത് എങ്ങനെ ആണ് എന്ന് ചോദിക്കും. എങ്ങനെ ആണ് എന്ന് ചോദിക്കും. ഇതൊക്കെ ചോദ്യമായി ഇപ്പോ. അപ്പോൾ ചോദ്യം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു വാചകത്തിലെ ഒരു പ്രസ്താവന വാക്യം ഏതെങ്കിലും ഭാഗം അറിയാതിരിക്കുമ്പോൾ നമ്മുടെ ജിജ്ഞാസ തീർക്കാൻ ചോദിക്കുന്നതാണ് ചോദ്യവാചകങ്ങൾ. അത് ആ ഉത്തരവാചകമായ വാചകത്തിന്റെ ഘടനയെ തന്നെ ഉള്ളത്. മലയാളത്തില് അറിയാത്ത ഭാഗത്ത് ചോദ്യവാക്ക് വരും അല്ലേ? അറിയാത്ത വാക്ക് അവിടെ ചോദ്യവാക്ക് വരും. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യവാക്കുകൾ എവിടെ വരിക? ആ പ്ലേസിലാണ് വരിക എങ്കിൽ ഇംഗ്ലീഷിലെ എല്ലാ ചോദ്യവാക്കുകളും മുൻപിലാണ് വരിക.
എല്ലാ ചോദ്യവാക്കുകളും മുൻപിലാണ് വരിക. ഏറ്റവും വാചയിൽ ഇതിന് മുമ്പിൽ വെച്ചാൽ ഇത് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. അത് എല്ലാ ചോദ്യവാക്കും ഫ്രണ്ടിലെ വരിക. ഇവിടെ വെന്നല്ലേ, ഇവിടെ എന്നുള്ളതിന് വെന്നല്ല, വെൻ വെച്ച് ആരംഭിക്കും. അപ്പൊ ഇതിൽ ഈ വാചകം എവിടെ വെച്ച് ആരംഭിക്കുക, എവിടെയായിരിക്കും? അപ്പൊ ഇവിടെ വെൻ, ഇതിന്റെ ഇംഗ്ലീഷ് എന്താ? വെൻ ഇതിന്റെ വിച്ച് ഏതാണ്? വാട്ട്. അപ്പൊ ഇവിടെ എന്ത് വെച്ച് ആരംഭിക്കും? വാട്ട് വെച്ച് ആരംഭിക്കും. വാട്ട് വെച്ച് ആരംഭിക്കും. അതേപോലെ ഇതില് തീവണ്ടി എപ്പോൾ സ്റ്റേഷനിൽ എത്തുന്നില്ല, എപ്പോഴാണിത്? അതിന് ഇംഗ്ലീഷ് എന്താ? വെൻ. ആ വെന്ന് വെച്ച് ആരംഭിക്കും. വെൻ. അപ്പൊ ആദ്യ കാര്യം നമുക്ക് മനസ്സിലായി, വെൻ വെച്ചാണ് ആരംഭിക്കുക. പിന്നെ അവന്റെ ആരോഗ്യം എങ്ങനെയാണ്? അപ്പൊ എങ്ങനെ വെച്ച്, എങ്ങനെ, ഹൗ വെച്ച് ആരംഭിക്കും. അപ്പൊ ചോദ്യവാക്ക് വെച്ചാണ് ഇംഗ്ലീഷ് ആരംഭിക്കുക. പിന്നെ ചോദ്യവാക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സഹായക്രിയ ഉണ്ടെങ്കിൽ അത് വെക്കണം. സഹായക്രിയ വെക്കണം. അതാണ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ സബ്ജക്റ്റിന് മുമ്പിലേ സഹായക്രിയ വരണം. നമ്മൾ സഹായക്രിയ എവിടെ ചോദിക്കുക? സാധാരണ വാചകത്തിൽ നമ്മൾ സബ്ജക്റ്റ് എഴുതി കഴിയും, അത് കഴിഞ്ഞിട്ട് ക്രിയ എഴുതും. ക്രിയയിൽ ഫസ്റ്റ് സഹായക്രിയ ഉണ്ടെങ്കിൽ അത് എഴുതും, അത് കഴിഞ്ഞിട്ട് പ്രധാന ക്രിയ എഴുതും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിലെ സഹായക്രിയ എപ്പോഴും സബ്ജക്റ്റിന് മുമ്പിലേക്ക് വരണം. അപ്പൊ സബ്ജക്റ്റിന് മുമ്പിൽ ഏതൊക്കെ ഉണ്ടാവുക? സബ്ജക്റ്റ് ഏറ്റവും മുമ്പിൽ ഈ ചോദ്യവാക്ക്, അത് കഴിഞ്ഞാൽ സഹായക്രിയ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റിന് ശേഷം മെയിൻ വെർബ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായ? അപ്പൊ നിങ്ങൾ പ്രത്യേകം ഇത്രയും ശ്രദ്ധിക്കണ്ടോ? ചോദ്യവാക്ക് കഴിഞ്ഞാൽ സഹായക്രിയ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ ബാക്കിയൊക്കെ പഴയ പോലെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഒരു പ്രസ്താവനവാക്യം തന്നിട്ട് നിങ്ങൾ അത് വാചകം തന്നിട്ട് അത് ചോദ്യവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് വാചകമാണെങ്കിൽ അതിൽ സഹായിക്കുന്ന മുമ്പിലേക്ക് അതിന് മുമ്പിൽ ചോദ്യവാക്ക് വെച്ചാൽ കഴിഞ്ഞ പരിപാടി. ഇത്രയുള്ള സിമ്പിൾ. ഇതൊന്നും അധികം പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ, അതുകൊണ്ട് അധികം വിശദീകരിച്ച് പറഞ്ഞില്ല. അപ്പൊ ഇതൊന്നും തന്നെയാണ് നമ്മൾ എഴുതി കാണിക്കാം. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ചോദ്യവാചകത്തെ തെറ്റിപ്പോയില്ല, ഒരു പ്രസ്താവന വാക്യത്തെ ചോദ്യമാക്കുമ്പോൾ എന്താണ്, നമ്മൾ ആ പ്രസ്താവന വാക്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ചായിരിക്കും നമുക്ക് സംശയം ഉണ്ടാവുക. അപ്പൊ ആ ഭാഗം മാറ്റി അവിടെ അതിനെ കുറിക്കുന്ന ആ സംശയത്തെ തീർക്കാൻ ഏത് ചോദ്യവാക്കാണ് ഉപയോഗിക്കുക, അതാണ് നമ്മൾ ചെയ്യാറ്, അല്ലേ? ആ ഭാഗം ഉണ്ടാവില്ലേ? ഏത് ഭാഗം ഉണ്ടാവില്ല? ഇവിടെ മൈതാനം ഇല്ല, അല്ലേ? ഈ കുട്ടികൾ മൈതാനത്തെ കളിക്കുന്നത് ചില മൈതാനം മാറ്റിയിട്ട് ബാക്കിയാണ് ഉണ്ടാവുക. ചോദ്യത്തിൽ അത് മനസ്സിലാക്കുക. അപ്പൊ ചോദ്യവാദ്യത്തിൽ ഏതുണ്ടാവില്ല? ഉത്തരമായി വരുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. ഇതിലിപ്പോ ടീച്ചർ കുട്ടികളോട് കഥ പറഞ്ഞു എന്നൊരു വാചകമാണ് ചോദ്യമാക്കണം. ചില കഥയാണ് നമുക്ക് അറിയാത്തെങ്കിൽ ആ കഥയുടെ ഭാഗം മാറ്റി കളഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ചോദിക്കാൻ പാടില്ല. വണ്ടി 6 മണിക്ക് സ്റ്റേഷനിലെത്തും, അതിന് ചോദ്യമാക്കുമ്പോൾ നമുക്ക് 6 മണിക്കിട്ട് അറിയാത്ത ആ ഭാഗം മാറ്റി കളഞ്ഞിട്ട് വേണം ചോദ്യമാക്കാൻ. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലേ? അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വളരെ പ്രശ്നം ഉണ്ടായിരിക്കും. ചിലപ്പോൾ കല്യാണമൊക്കെ മുടക്കുന്നൊക്കെ വരും. മനസ്സിലായി? അങ്ങനെ ശരിക്കും ചോദിച്ചില്ലെങ്കിൽ, അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനങ്ങനെ ഉണ്ടായതായിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയാണോ യഥാർത്ഥ സംഭവമാണെന്ന് അറിയില്ല. യഥാർത്ഥ സംഭവമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു പ്രശ്നമില്ലേ. അപ്പോൾ ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയിട്ട് പെൺകുട്ടിയോട് കണ്ട് ചെക്കനെ ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട പോലെ തോന്നി. അവർ പറഞ്ഞു, എന്തെന്ന്, നിങ്ങളൊന്ന് പോയി സംസാരിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുൻപ് ഇപ്പോഴത്തെ ഒന്നും ആർക്കും പരിഭ്രമമൊന്നുമില്ല. പണ്ടൊക്കെ പയ്യന്മാർക്ക് ഭയങ്കര പരിഭ്രമം, പെൺകുട്ടികൾ മിണ്ടി പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭയം കൊണ്ട് ചോദിച്ചു. അപ്പൊ പേര് ചോദിക്കാമെന്ന് കരുതി. എന്നിട്ട് എന്തു പറഞ്ഞു? വാസന്തി, നിന്റെ പേരെന്താണ്? അങ്ങനെ ചോദിച്ചോടുകൂടി ഇവന് തലയിലൊരു പെണ്ണാക്കില്ല പെൺകുട്ടിക്ക് തോന്നി. ആ കല്യാണം മുടക്കിയപ്പോൾ പറയണത് നേരെ തുടങ്ങി അറിയില്ല. അപ്പോ
അതിലെന്താണ് പേര് ചോദിക്കുമ്പോൾ പേര് നമുക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അപ്പൊ പേരിട്ട് പിന്നെ പറയാൻ പാടുണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാനല്ലോ. എന്താ കുട്ടിയെ നിന്റെ പേരെന്താ എന്ന് ചോദിക്കാൻ പാടുള്ളൂ. പേരും പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാൻ പാടില്ല. അപ്പോ നമ്മൾ അതേപോലെ ഇവിടെ ഏത് ഭാഗം ചോദ്യഭാഗം അതിലുണ്ടായിരിക്കാൻ പാടില്ല എന്ന് മാത്രം ശ്രദ്ധിക്കണ്ടോ. അപ്പോ ഒരു സ്റ്റേറ്റുമല്ലേ അതിൽ ഭാഗമായിരിക്കും ചോദ്യം വരിക, ആ ഭാഗം ഒഴിവാക്കുക, ബാക്കി ഭാഗം അതിലുണ്ടായിരിക്കുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ചോദ്യവാക്ക് ആയിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ, അത് കഴിഞ്ഞാൽ സഹായിക്രിയ, പിന്നെ സബ്ജക്റ്റ്, ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും. ഇതിനെ നമുക്ക് ആക്കി കാണിച്ചു തരാം. ഇപ്പം നോക്കാം, ഞാൻ ആ വാചകങ്ങളൊക്കെ ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യം കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നതായിരുന്നു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഇംഗ്ലീഷാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ചിൽഡ്രൻ പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നു. അപ്പോൾ ഓൺ ദ ഗ്രൗണ്ട് ആണ് എന്തായിട്ട് വരേണ്ടത്? ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഭാഗം. അപ്പൊ നമുക്ക് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഓൺ ദ ഗ്രൗണ്ട് ചോദ്യമാക്കുമ്പോൾ ആ ഭാഗം വേണ്ട. പിന്നെ എന്ത് വേണം നമുക്ക്? അപ്പൊ അവിടെ എവിടെ എന്ന ചോദ്യം വരും. അപ്പൊ വേറെ വെച്ചു. പ്ലേ എന്നുള്ളൊരു സഹായിക്രിയ കാണാനില്ല. അത് നമുക്കറിയാം. ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ബഹുവചനമാണ്, എസ് ചേർന്നില്ല. അപ്പോൾ ഡു വെക്കണം. അപ്പോൾ വേർ ഡു ചിൽഡ്രൻ, ബാക്കിയൊക്കെ സെയിം തന്നെ. പ്ലേ, വേർ ഡു ചിൽഡ്രൻ പ്ലേ. കണ്ടോ? അപ്പോൾ സഹായിക്കുക ഏറ്റവും മുൻപിൽ ചോദ്യവാക്ക്, അത് കഴിഞ്ഞിട്ട് സഹായിക്കുക, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരിക. അപ്പോൾ ചോദ്യവാക്കും സഹായിക്കുകയും മുന്നിൽ വരും എന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് സബ്ജക്റ്റിന്റെ ചോദ്യത്തിൽ ഏതാ വരിക? ചോദ്യവാക്കും സഹായിക്കുകയും കൂടിയിട്ട് സബ്ജക്റ്റിന്റെ മുന്നിൽ വരും. ബാക്കി ഒരു മാറ്റവും ഇല്ല. പിന്നെ അത് ഉത്തരമായി വരുന്ന ഭാഗമായി കാണാനും പാടില്ല. ടീച്ചർ കുട്ടികളോട് കഥ പറഞ്ഞു. അതിലിപ്പോ കഥയാണ് അതിലെ ഉത്തരമായിട്ട് വേണ്ടത്. അപ്പൊ കഥ വേണ്ട, ബാക്കിയുള്ള ഭാഗം വരും. അല്ല, ടീച്ചർ ടോൾഡ്, പിന്നെ എന്ത് പറഞ്ഞു എന്ന് ചോദ്യം വരും. അപ്പോ എന്ത് എന്ന വാക്കിന്റെ വാട്ടും പിന്നെ വരും എന്ത്? ടോൾഡ്. സഹായിക്കരി കാണാനില്ല, അത് പാസ്റ്റ് ടെൻസാ, സിമ്പിൾ പാസ്റ്റാ. അപ്പൊ നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? അത് ഏകവചനാലും ബഹുവചനാലും ഡിഡ് വെച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വെക്കും? വാട്ടും ഡിഡും അതിന് മുന്നിൽ വരും സബ്ജക്റ്റിന്റെ, അതായത് ടീച്ചറുടെ മുന്നിലേക്ക് വരും. അപ്പോൾ എങ്ങനെ വരും? ടീച്ചർ, വാട്ട് ഡിഡ് ടീച്ചർ ടെൽ ദ ചിൽഡ്രൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പിരിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഡിഡ് ടെല്ലല്ലേ ഇതിന്റെ ഡു പ്ലേ അല്ലേ, അതാണ് അങ്ങനെ വെച്ചത്. മനസ്സിലായ? അത് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഇനി ട്രെയിൻ വിൽ അറൈവ് അറ്റ് 6 o'clock. ട്രെയിൻ 6 മണിക്ക് സ്റ്റേഷനിൽ എത്തും. അതിൽ ഉത്തരം വരുന്നത് ഏതാണ്? ഈ ഭാഗം അറ്റ്. അപ്പൊ അത് വേണ്ട, അതിന് പകരം ചോദ്യം വരെ എപ്പോൾ, വെൻ. ഇതിൽ സഹായിക്കറിയും ഉണ്ട്. അപ്പൊ എളുപ്പമായി നമുക്ക്. അപ്പോ വെന്നും സഹായിക്കറിയും മുന്നിൽ വരും, ബാക്കിയൊക്കെ സെയിം തന്നെ. അപ്പൊ വെൻ വിൽ ട്രെയിൻ അറൈവ് അറ്റ് സ്റ്റേഷൻ. അവന്റെ ആരോഗ്യം എങ്ങനെയാണ്? അതെന്നുവെച്ചാൽ ഹിസ് ഹെൽത്ത് ഈസ് വെരി ബാഡ്. അവന്റെ ഹെൽത്ത് വളരെ ബാഡാണ്. അപ്പൊ നമ്മൾ അറിയാൻ ചോദിക്കണേ അവന്റെ ഹെൽത്ത് എങ്ങനെയാണ്. അപ്പൊ അത് ആ ഭാഗം വേണ്ട. അപ്പൊ നമുക്ക് ഏത് ഭാഗം വെച്ച് തുടങ്ങിയാൽ മതി? അവന്റെ ആരോഗ്യം എങ്ങനെയാ എന്നുള്ള ചോദ്യം വരിക. അപ്പൊ എങ്ങനെയാന്നുള്ള വാക്കും പിന്നെ ഇതിലെ സഹായിക്രിയ അത് ഈസ്. അപ്പൊ ഈസ് സഹായിക്രിയ, ഹൗ ചോദ്യവാക്ക്. അപ്പൊ ചോദ്യവാക്ക് സഹായിക്കുന്ന മുന്നിൽ വരും. ആ ഹൗവും ഈസ് മുന്നിൽ വെക്കുക, ബാക്കിയുള്ളത് പറഞ്ഞതുപോലെ. ഹൗ ഈസ് ഹിസ് ഹെൽത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഈ ഫാക്ട്സ് മനസ്സിലാക്കി ഏത് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഈ ചോദ്യവാചകങ്ങളെ കൊണ്ടുള്ള പഠനം അവസാനിപ്പിക്കാം. കുറച്ച് ഉദാഹരണങ്ങളൊക്കെ അഭ്യാസങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുട്ടൻസ് പിടികിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇപ്പോൾ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.